നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അധികാരത്തിന്റെ ഹുങ്കിൽ പോലീസ് ചമച്ച കള്ളക്കഥകളെ നിയമ പോരാട്ടത്തിലൂടെ തകർത്തെറിഞ്ഞത് എറണാകുളം സ്വദേശിനി ഷൈമോൾ തന്നെയാണ്. ഗർഭിണിയായിരിക്കെ പോലീസ് സ്റ്റേഷനിൽ വെച്ച SHOയുടെ മർദ്ദനമേൽക്കേണ്ടി വരികയും പിന്നീട് തനിക്കെതിരെ തന്നെ പോലീസ് കെട്ടിച്ചമച്ച കേസുകളെ നേരിടുകയും ചെയ്ത ഷൈമോളിന്റെ പോരാട്ടം ഒടുവിൽ വിജയത്തിലേക്ക് വരുന്നത് ഈ പറയുന്ന SHOയുടെ സസ്പെൻഷനിലൂടെ തന്നെയാണ്. നീണ്ട നിയമ പോരാട്ടം തന്നെയാണ് ഹൈക്കോടതിയിൽ ഇടപെടലിലൂടെ ലഭിച്ച CCTV ദൃശ്യങ്ങൾ ഷൈമോളിന്റെ വാദങ്ങൾ ശരിയാക്കിയത്. രാത്രിക്ക് രാത്രി ഇയാളുടെ പണി തെറിപ്പിക്കാനും ഷൈമോളിന് സാധിച്ചു. യൂത്ത് കോൺഗ്രസ് കുന്നംകുളം ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്തിനെ സ്റ്റേഷനിൽ പോലീസ് വളഞ്ഞിട്ട് ക്രൂരമായി മർദ്ദിക്കുന്ന CCTV ദൃശ്യം പുറത്തു വന്നതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ കൂടി പുറത്തു വരുന്നത്. ഈ പറയുന്ന പ്രതാപചന്ദ്രന്റെ ഒരു ഹോബി തന്നെ കരണത്തടിയാണ് എന്ന് 2023 ഇയാളുടെ കയ്യിൽ നിന്ന് മർദ്ദനമേറ്റ സ്വിഗ്ഗി ജീവനക്കാരൻ പറയുന്നു. അന്ന് ഇതേ സ്വിഗ്ഗി ജീവനക്കാരന്റെ അമ്മ പോലീസിൽ പരാതി നൽകിയെങ്കിലും വേണ്ടത്ര രീതിയിൽ ഒന്നും തന്നെ കാര്യങ്ങൾ എടുത്തില്ല എന്ന് പറയുന്നു. പണ്ടൊക്കെ ദൈവം പിന്നെ പിന്നെയാണെന്നും ഇപ്പോൾ ഒക്കെ അപ്പമാണ് എന്നുമാണ് വിശ്വസിക്കുന്നത്. കർമ്മയിൽ വിശ്വസിക്കൂ എന്നും ആ അമ്മ പറയുകയാണ്. കാരണം കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടില്ലേ? ആ കൊല്ലത്ത് കിട്ടിയതാണ് കഴിഞ്ഞ ദിവസം രാത്രി. എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷന് സമീപം ബെൻ ടൂറിസ്റ്റ് ഹോം ഹോട്ടലും നടത്തുന്ന ബെൻജോ ബേബിയുടെ ഭാര്യയാണ് ഷൈമോൾ. തന്റെ കുടുംബത്തോടൊപ്പം സമാധാനപരമായി ബിസിനസ് നടത്തി വന്ന ഷൈമോൾ പോലീസിന്റെ അനീതിക്കെതിരെ പ്രതികരിച്ചതോടുകൂടിയാണ് അധികൃതരുടെ കണ്ണിലെ കരടായി മാറിയത്. ഹോട്ടൽ ജീവനക്കാരെ പോലീസ് മർദ്ദിക്കുന്നത് ഷൈമോളിന്റെ ഭർത്താവ് ബെൻജോ മൊബൈൽ പകർത്തിയതായിരുന്നു എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം. ഈ ദൃശ്യങ്ങൾ നശിപ്പിക്കാൻ വേണ്ടി ബെൻജോയെ പോലീസ് ബലം പ്രയോഗിച്ച സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി. ഭർത്താവിനെ പോലീസ് ജീപ്പിൽ കൊണ്ടുപോകുന്നത് കണ്ട പിന്നാലെ ഓട്ടോറിക്ഷ വിളിച്ച് സ്റ്റേഷനിലെത്തിയ ഷൈമോൾ കണ്ടത് ഭർത്താവിനെ പോലീസ് ക്രൂരമായി മർദ്ദിക്കുന്ന കാഴ്ചയാണ്. ആ കാഴ്ച കണ്ട സമനില തെറ്റിയാണ് കുഞ്ഞുമായി നിലവിളിച്ച ആ പോലീസ് സ്റ്റേഷനിലേക്ക് എത്തിയത്. അതാണ് ഈ പ്രതാപചന്ദ്രൻ പറഞ്ഞ പ്രകോപനം ഉണ്ടാക്കി എന്നുള്ള കാര്യം. അങ്ങനെ പ്രകോപനം ഉണ്ടാക്കിയാലും ഇത്തരത്തിൽ പെൺകുട്ടിയുടെ അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിൽ സ്ത്രീയുടെ കരണത്ത് ഇത്രയും രീതിയിൽ ആഞ്ഞടിക്കുമോ, അല്ലെങ്കിൽ സ്ത്രീയുടെ ശരീരത്തിൽ കൈവയ്ക്കാൻ അല്ലെങ്കിൽ കൈവയ്ക്കാൻ തന്നെ ഓങ്ങുമോ എന്നുള്ള ചോദ്യമാണ്. എന്തിനാണ് ഭർത്താവിന് തല്ലുന്നത് എന്ന് ചോദിച്ച ഷൈമോളെ അന്ന് നോർത്ത് CI ആയിരുന്ന KG പ്രതാപചന്ദ്രൻ നെഞ്ചിൽ പിടിച്ച് തള്ളുകയും കരണത്തടിക്കുകയുമായിരുന്നു. താൻ ഗർഭിണിയാണ് സാറേ, വെറുതെ വിടുന്ന അലമുറയിട്ട് കരഞ്ഞെങ്കിലും ഇയാൾ മൈൻഡ് പോലും വെച്ചില്ല. 3 മാസത്തോളം ഗർഭിണിയാണെന്നും എനിക്ക് ഡോക്ടറിനെ കാണാനുള്ളതാണെന്നും നിങ്ങൾ വെറുതെ വിടുവെന്നും ആക്രോശിച്ചുവെങ്കിലും ചീറ്റപ്പുലിയെ പോലെ ചാടിക്കളിക്കുകയായിരുന്നു പ്രതാപചന്ദ്രൻ എന്നാണ് പറയുന്നത്. എന്തായാലും പ്രതാപചന്ദ്രന്റെ പ്രതാപത്തിന് കൊമ്പൊടിച്ചു വിട്ടിരിക്കുകയാണ് ഷൈമോൾ എന്ന കാര്യത്തിൽ സംശയമില്ല. ഇമാതിരിയുള്ള പ്രതാപചന്ദ്രന്മാർ നമ്മുടെ പോലീസ് സംഘത്തിലുള്ളത്, പോലീസ് സേനയിലുള്ളത് തന്നെ മറ്റെല്ലാ സാധാരണക്കാരായ, മറ്റെല്ലാ ശക്തരായ, എല്ലാ സ്മാർട്ടായ പോലീസ് ഉദ്യോഗസ്ഥർക്കും അത് കുഴപ്പത്തിൽ കൊണ്ടെത്തിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. മർദ്ദനമേറ്റ ഷൈമോൾ ആശുപത്രിയിൽ ചികിത്സ തേടിയതോടുകൂടി പോലീസ് മറ്റൊരു തന്ത്രം മെനഞ്ഞു. CIയുടെ ദേഹം ഷൈമോൾ മാന്തിപ്പൊളിച്ചു, സ്റ്റേഷനിലെ ഫർണിച്ചറുകൾ അടിച്ചു തകർത്തു, ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി. ഇങ്ങനെയുള്ള കുറ്റങ്ങൾ ചുമത്തി ഷൈമോളിനെതിരെ പോലീസ് കള്ളക്കേസെടുത്തു. ഈ കള്ളക്കേസായിരുന്നു ഷൈമോളെ ഈ പോരാട്ടത്തിന് ഇറക്കിയതെന്ന കാര്യത്തിലും സംശയമില്ല.